ഹായ് നമസ്കാരം. ബുക്ക് ട്യൂബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ സർക്കാർ ITIകളിലേക്കുള്ള പ്രവേശനം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള വിശദ വിവരങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുന്നെങ്കിൽ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. അപ്പോൾ കേരളത്തിലെ സർക്കാർ ITIയിലേക്ക് വിവിധ ട്രേഡുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. 100 രൂപ ഓൺലൈനായിട്ട് അടച്ച് 20 വരെ ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. 2 വിഭാഗങ്ങളിലെ ട്രേഡുകളിലാണ് ITIകളിൽ ക്രാഫ്റ്റ്സ്മാൻ പരിശീലനം നടക്കുന്നത്. ഒന്ന് NCVT ട്രേഡുകളും മറ്റൊന്ന് SCVT ട്രേഡുകളും. അപ്പോൾ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയുകയാണെങ്കിൽ നാഷണൽ കൗൺസിൽ ഫോർ വൊക്കേഷണൽ ട്രെയിനിങ്ങിൻ്റെ അംഗീകാരമുള്ളവ 108 സർക്കാർ ITIകളിൽ 100 എണ്ണം NCVT അഫിലിയേഷനുള്ള ട്രേഡുകളിൽ പരിശീലനം നൽകുന്നതാണ്. ഇപ്പോൾ ട്രേഡുകളിൽ ഇങ്ങനെ 4ആയിട്ടൊക്കെ വിഭജിച്ചിട്ടുണ്ട്. നോൺ മെട്രിക് എഞ്ചിനീയറിംഗ് 10ാം ക്ലാസ് തോറ്റവർക്കും ജയിച്ചവർക്കും അപേക്ഷിക്കാം. ഇതിൽ അപേക്ഷിക്കാൻ പറ്റുന്നത് വയർമാൻ, പെയിൻറ്റർ എന്നിവ 2 വർഷം വീതമാണ് പഠിക്കാനുള്ളത്. അതുപോലെ തന്നെ വെൽഡർ, പ്ലംബർ, വുഡ് വർക്ക് ടെക്നീഷ്യൻ, ഷീറ്റ് മെറ്റൽ വർക്കർ തുടങ്ങി 8 1 വർഷ ട്രേഡുകളുണ്ട്. നോൺ മെട്രിക് അതായത് 10ാം ക്ലാസ് തോറ്റവർക്കും ജയിച്ചവർക്കും 1 വർഷം ഡ്രസ് മേക്കിംഗ്, മെട്രിക് എഞ്ചിനീയറിംഗ് സയൻസും മാത്തമാറ്റിക്സും അടങ്ങിയ 10ാം ക്ലാസ് ജയിച്ചവർക്ക് ഇൻസ്ട്രുമെൻ്റ് മെക്കാനിക്, IT ഇലക്ട്രീഷ്യൻ, ഡ്രാഫ്റ്റ്സ്മാൻ, സിവിൽ ഫിറ്റർ, റെഫ്രിജറേറ്റർ ആൻഡ് AC ടെക്നീഷ്യൻ, ലിഫ്റ്റ് ആൻഡ് എക്സലേറ്റർ മെക്കാനിക് തുടങ്ങിയ 29 2 വർഷ ട്രേഡുകൾ കൂടിയുണ്ട്. കൂടാതെ ഓട്ടോ ഇലക്ട്രിക് ആൻഡ് ഇലക്ട്രോണിക്സ് മെക്കാനിക്, ഇൻറ്റീരിയർ ഡിസൈൻ ആൻഡ് ഡെക്കറേഷൻ തുടങ്ങി 8 കോഴ്സുകൾ 1 വർഷ ട്രേഡുകൾ കൂടി ഉണ്ട്. അപ്പോൾ അതുപോലെ 2025 ഓഗസ്റ്റ് 1 14 വയസ്സ് തികയണം. ഉയർന്ന പ്രായപരിധി ഇല്ല. ITI പ്രവർത്തന സമയം മറ്റു വിദ്യാലയങ്ങളെക്കാൾ കൂടുതലാണ്. എങ്ങനെയെന്ന് വെച്ചാൽ തിങ്കൾ മുതൽ വെള്ളി വരെ 7:50 മുതൽ 3 വരെയും 10 മുതൽ 5:10 വരെയുമുള്ള 2 ഷിഫ്റ്റുകൾ. നിങ്ങൾക്ക് വെക്കേഷനുകൾ ഉണ്ടാവില്ല. യോഗ്യത പരീക്ഷയിലെ മാർക്ക് നിർദ്ദിഷ്ട രീതിയിൽ പരിഗണിച്ചാണ് സെലക്ഷൻ. മെട്രിക് നോൺ മെട്രിക് കോഴ്സുകളിലെ പ്രവേശന റാങ്കിങ്ങിന് ഇംഗ്ലീഷ്, മാത്തമാറ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി എന്നിവയുടെ മാർക്കിന് മുൻതൂക്കം നൽകുന്ന രീതിയാണ് നടന്നുകൊണ്ടുവരുന്നത്. ഇപ്പം നിങ്ങൾക്ക് കേരള സർക്കാർ പഠിച്ച കുട്ടികൾക്ക് മാത്രമല്ല CBSE 10ാം ക്ലാസ് സ്കൂൾ തല പരീക്ഷ ജയിച്ചവർക്കും മെട്രിക് ട്രേഡുകളിലേക്കും അതിൽ പങ്കെടുത്തവർക്കും നോൺ മെട്രിക് ട്രേഡുകളിലേക്കും അപേക്ഷിക്കാം. പ്രൈവറ്റായി SSLC എഴുതി തോറ്റവർക്ക് പ്രവേശന അർഹതയില്ല എന്നതുകൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. എൻട്രൻസ് ഇല്ല. ഉയർന്ന പരീക്ഷാ യോഗ്യത NCC, NSS, യുവജനോത്സവം മുതലായവ സംബന്ധിച്ച് യോഗ്യതയുള്ളവർക്ക് ഗ്രേസ് മാർക്കൊക്കെ നൽകുന്നുണ്ട്. അപ്പോൾ കേരളത്തിൽ സ്ഥിര താമസക്കാരായിരിക്കണം. കഴിഞ്ഞ 5 വർഷമെങ്കിലും കേരളത്തിൽ സ്ഥിരമായി താമസിച്ചവരെയാവും പരിഗണിക്കുക. 24 പിന്നാക്ക ബ്ലോക്കുകളിലെ വിദ്യാർത്ഥികൾക്ക് 10 മാർക്ക് ഗ്രേസ് മാർക്കായിട്ട് നൽകുന്നുണ്ട്. സർക്കാർ മാനദണ്ഡ പ്രകാരം സാമുദായിക സംവരണമുണ്ട്. ആര്യനാട്, അട്ടപ്പാടി, നിലമ്പൂർ ITIകൾ 70-80% സീറ്റ് പട്ടിക വിഭാഗത്തിനുള്ളതാണ്. 4% സീറ്റ് അംഗ പരിമിതർക്കുമാണ്. 50% വിദ്യാർത്ഥികൾക്ക് വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ 120 രൂപ പ്രതിമാസ സ്റ്റൈഫൻഡൊക്കെ ലഭിക്കുന്നുണ്ട്. ഓൺലൈൻ അപേക്ഷയുടെ നടപടിക്രമം സൈറ്റിലെ ആപ്ലിക്കേഷൻസ് മാനുവലിലും പ്രോസ്പെക്ടസിലുമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വിശദവിവരങ്ങൾ സൈറ്റിൽ നോക്കി മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഒരുപാട് കുട്ടികൾ SSLCക്ക് എന്ന് വെച്ചാൽ ഒരുവിധം കടന്നുപോയവർ, ഒരു ജസ്റ്റ് പാസ്സായ കുട്ടികൾ ഇനി തുടർന്ന് പഠിക്കേണ്ട എന്ന് എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ +2 എടുത്തിട്ട് പോകണമായിരിക്കും കേട്ടോ നല്ലത്. അത് ഒട്ടും നിവർത്തിയില്ല, എനിക്ക് പറ്റില്ല എന്ന് തോന്നുന്ന മക്കൾ മാത്രം ഒരു ട്രേഡ്, ഒരു ജോലി പഠിച്ചിരിക്കുന്നത് നല്ലത് തന്നെയാണ്. അപ്പോൾ അവർക്ക് ഇപ്പോൾ +1 അലോട്ട്മെൻറ്റിലൊന്നും വന്നിട്ടില്ലെന്ന് കണ്ടാൽ നിങ്ങൾ ITIയിലേക്ക് കൂടെ പ്രവേശനത്തിന് കൊടുത്തോളൂ. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ 1 വർഷം ITIയിൽ പഠിച്ചിട്ട് അടുത്ത വർഷം വേണമെങ്കിൽ നിങ്ങൾക്ക് +1 അഡ്മിഷന് കൊടുക്കാം. വെറുതെ ഇരിക്കേണ്ടി വരില്ലല്ലോ. അപ്പോൾ നമുക്കൊരു ജോലിയും പഠിക്കാം എന്നുള്ളതാണ് പ്രധാന കാരണം. അപ്പോൾ സ്വീകരിക്കുന്ന അവസാന തീയതി 20-ാം തീയതിയാണ്. അപ്പോൾ ബാക്കി പ്രവേശനത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളും നിങ്ങൾക്ക് വെബ്സൈറ്റിൽ കൊടുത്തിരിക്കും. അപ്പോൾ എല്ലാം നിങ്ങൾ അന്വേഷിച്ചതിന് ശേഷം അപേക്ഷകൾ അയയ്ക്കുക. നന്ദി, നമസ്കാരം.